ജെയിംസിന്റെ മരണശേഷം ഇവിടെ പിന്നെ വേറെ ആരും താമസിച്ചിട്ടില്ല എന്നാണ് ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ജെയിംസ് ഉണ്ടായിരുന്നപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളുടെ കൂടുമായിരുന്നു. പിന്നെ നേരം വെളുക്കുന്നവരെ തമാശയും പാട്ടും ഒക്കെയായി സമയം പോണതറിയും. ആ, അതൊക്കെ ഒരു കാലം. ജിമ്മി, നീ വല്ലതും കഴിച്ച? ഇല്ല ബഷീർക്ക. വേഗം റെഡിയാകും. ജെയിംസിന്റെ ഓഫീസിൽ പോകേണ്ടതല്ലേ, പോകുന്ന വഴി കഴിക്കാം. എന്നാലും ബഷീർക്ക, ജെയിംസ് ചേട്ടൻ എന്തിനാ ഇത് ചെയ്തത്? ജെയിംസ് ആത്മഹത്യ ചെയ്തതാണെന്ന് ഞങ്ങൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ, അതൊക്കെ കഴിഞ്ഞില്ലേ, പറഞ്ഞിട്ടെന്താ കാര്യം? ആ, നീ വേഗം റെഡിയാവും. ഞാൻ റെഡിയാണ് ബഷീർക്ക. പക്ഷേ എനിക്കറിയണം ജെയിംസ് ചേട്ടൻ എന്തിനു ചെയ്തു എന്ന്. ഇനി അതല്ല, ബഷീർക്ക് സൂചിപ്പിച്ച പോലെ ജെയിംസ് ചേട്ടൻ ആത്മഹത്യ ചെയ്തല്ലെങ്കിൽ? അതെ, അത് തന്നെയാണ് എനിക്കറിയേണ്ടത്. എന്റെ ജെയിംസ് ചേട്ടനെ ആരെങ്കിലും അപായപ്പെടുത്തിയോ? എനിക്കതറിയണം. ഞാനത് അറിയുക തന്നെ ചെയ്യും. ഞാനും ജെയിംസും ഒക്കെ ഏകദേശം ഒരേ സമയത്ത് ഇവിടെ എത്തിയവരാണ്. ആ കാണുന്ന റോഡിലൂടെയൊക്കെ പെരുവേലത്ത് ഞങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അവൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ടാണ് അവൻ ആ നില വരെ എത്തിയത്. ബഷീർക്ക, എനിക്ക് ജെയിംസിന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. നീ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്? അങ്ങനെയൊന്നുമില്ലടാ. അവനെ അപായപ്പെടുത്താൻ ആർക്കാ എത്ര വലിയ ശത്രുത? പിന്നെ ജെയിംസ് ഇൻസിലിനടുത്ത് അതേ സിറിഞ്ചാണ് ഇഞ്ചക്ട് ചെയ്യാൻ ഉപയോഗിച്ചത്. അതിൽ വേറെ ഫിംഗർ പ്രിൻ്റ് ഒന്നും കിട്ടിയതുമില്ല. എന്തായാലും നീ എല്ലാവരെയും ഒന്ന് കാണുന്നത് നല്ലതാണ്. നമുക്കൊന്ന് നോക്കാം. അക്കൗണ്ട്സിൽ കൊടുത്തോളൂ. ഓക്കെ മാം. ജിമ്മിയുടെ മാരേജ് ആൽബം ഞാൻ കണ്ടിട്ടുണ്ട്. കല്യാണം കഴിക്കാനുള്ള യോഗം ഉണ്ടായില്ലെങ്കിലും ഒരു കല്യാണം നടത്താനുള്ള യോഗം ഉണ്ടായെന്നാണ് ജെയിംസ് എന്ന് പറഞ്ഞത്. ഈ ഓഫീസിനെ പറ്റിയും മേഡത്തെ പറ്റിയൊക്കെ ജെയിംസ് ചേട്ടൻ ഒരുപാട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിവേസ് ഇറ്റ്സ് ഓവർ. പിന്നെ കമ്പനി എംപ്ലോയി ഫണ്ടും സെറ്റിൽമെൻറ്റ് എമൗണ്ടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ അക്കൗണ്ട്സിൽ നിന്ന് കളക്ട് ചെയ്തോളൂ. ഓക്കെ. എമൗണ്ട് അവകാശികൾക്ക് നേരിട്ട് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് കമ്പനി പോളിസിയാണ്. അതർവൈസ് ജിമ്മിക്ക് ട്രാവൽ ഒഴിവാക്കാമായിരുന്നു. ദാറ്റ്സ് ഓക്കെ മാം. മാം, ജെയിംസ് ചേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ കീ? അത് ജിമ്മി പോകുമ്പോൾ ഇവിടെ എത്തിച്ചാൽ മതി. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, സീ യു. ബഷീർക്ക് പോവാം. ജിമ്മി, ഇത് ഹരി.
ജെയിംസിന് വലിയ കാര്യമായിരുന്നു. നാട്ടിലെവിടെയാ? കോട്ടയം. അന്ന് ജെയിംസ് ചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേദിവസം ഹരി ഇവിടെ ഓഫീസിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു സാറേ. ഞാനൊന്ന് കുറച്ച് പൈസ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ എന്നെ സഹായിക്കാറുണ്ട്. അന്ന് സാറ് പക്ഷേ എന്തോ ടെൻഷനിലൊക്കെ ആയിരുന്നു. ഇക്കറിയില്ല രാജീവ് സാറിന്, ആ ഫാർമസി കമ്പനി ജോലി ചെയ്യുന്ന ആ രാജീവ് സാറ് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ആണായ കുറച്ച് വ്യവസ്ഥ വേണം. താനൊക്കെ ഒരാണാണോ? രാജീവ്, ഇതൊന്നും ഞാൻ അറിഞ്ഞതല്ല, മാനേജ്മെന്റ് തീരുമാനമാണ്. എനിക്ക് കുറച്ചും കൂടി സമയം താ, ഞാൻ എല്ലാവരും രേഖ തരാം. താങ്കളുടെ ഇൻവോയ്സ് അമൗണ്ട് അല്ലേ? ഒറ്റ പൈസ കുറവില്ലാതെ താങ്കൾ കൈപ്പറ്റിയതില്ലേ? അതൊക്കെ ഞാൻ സമ്മതിച്ചു. താൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പല കാര്യം പ്ലാൻ ചെയ്താണ്. അതുവല്ലോ ഇത് കാരണം കൊണ്ട് നടക്കാൻ പോലുണ്ടല്ലോ. പിന്നെ എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഞാനൊന്ന് മാഡത്തിനോട് സംസാരിക്കട്ടെ. താൻ ആരെടുത്ത് വേണമെങ്കിലും സംസാരിക്കും, പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടണം. പറയേക്കാം. ഹരി, നിനക്ക് തരാന്ന് പറഞ്ഞ പൈസ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ വേണ്ട സാറേ. പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉണ്ട്. എന്തായാലും ഇപ്പൊ നിന്റെ അത്ര ഇല്ല, വെച്ചോ. താങ്ക് യു സാർ. ആ രാജീവ് സാർ വല്ലാത്ത ദേഷ്യത്തിലാണല്ലോ പോയത്. അതൊക്കെ ഈ ഫീൽഡിലുള്ളതാ. എന്തായാലും രാജീവായിട്ടുള്ള പ്രശ്നം ഞാൻ ഇന്ന് തന്നെ തീർത്തു. ടീ ബോയ് പറഞ്ഞ രാജീവിനെ അറിയോ? എനിക്ക് ആളെ മനസ്സിലായി, നേരിട്ട് പരിചയമില്ല. ഏതോ ഫാർമസിയിലാണെന്നറിയാം. ഞാനൊന്ന് നോക്കട്ടെ. ബഷീർക്ക് എന്നാ ചേട്ടനെ അവസാനമായിട്ട് കണ്ടത്? കുറേ നാളുകൾക്ക് ശേഷം അന്നാണ് അവനെ കണ്ടത്. വിളിക്കാറുണ്ടായിരുന്നു. അന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കുഴപ്പമില്ല, ശരിയാക്കാം. ശരി ശരി, അപ്പം ഞാൻ നാളെ വിളിക്കാം. ആയിക്കോട്ടെ, ശരി. ബഷീർ എവിടെ? ബഷീറേ, ജെയിംസേ. ഏയ്, കേക്കോ? വമ്പൻ പരിപാടിയാണല്ലോ ബഷീറേ. അതേടാ, ബഹുവമ്പൻ. സത്യം പറഞ്ഞാ ഞാൻ കുറെ വർഷമായി എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്. ഇതൊക്കെ ഒരു സന്തോഷമല്ലടാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഈ കേക്ക് കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ ഒരു ക്രിസ്മസ് രാത്രിയാ. അതൊരു 37 വർഷം മുൻപാ. അന്ന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുക. നമ്മുടെ ജിമ്മി മോനൊരു 3-3.5 വയസ്സ് കാണും. അവനൊരു കുഴപ്പമുണ്ട്, ചൂച്ചു വെക്കണം തോന്നിയ അപ്പ വെക്കണം. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി അപ്പനൊരു കേക്ക് വാങ്ങിക്കൊണ്ടു. നല്ല പഞ്ഞി പോലത്തെ ഒരു കേക്ക്. ആ കേക്കിന്റെ സ്വാദും മണമൊക്കെ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അന്ന് ജിമ്മി മോനെ ആ കേക്ക് വെച്ചിരുന്ന മേശപ്പുറത്തിരുത്തിയ. അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങിയപ്പോൾ അവനപ്പ ചോദിച്ചു വയ്ക്കണം. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് താങ്ങി കേക്ക് വീഴാൻ പോയപ്പോ ഞാൻ ചാടി വീണു. അപ്പൊ എന്റെ മേത്തിക്കാ ചോദിച്ചു വെപ്പ്. അവിടെ ആകെ കൂട്ടച്ചേരിയായിരുന്നു. പക്ഷേ അപ്പോഴും അമ്മച്ചിക്ക് മാത്രത്ര ചിരി വന്നിരുന്നില്ല. അത്താഴം കഴിഞ്ഞപ്പോ അപ്പം പറഞ്ഞു, മോൻ പോയി കിടന്നോ, ഒപ്പം ജിമ്മി മോനെ കൂട്ടിക്കൊന്നു. ഇനി മുതൽ ജിമ്മി മോൻ മോൻ്റെ കൂടെ കിടക്കാന്ന്. അന്ന് അപ്പനത് പറഞ്ഞപ്പോ അപ്പൻ്റെ തൊണ്ടൊരു സംശയം ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ ആദ്യം എഴുന്നേറ്റത് അപ്പനമ്മയും അപ്പോഴ കസേരയിൽ തന്നെ ഇരിക്കായിരുന്നു. അപ്പൻ്റെ അമ്മയുടെയും വായിന്നൊക്കെ നോരയും പാതയൊക്കെ വന്ന്
അന്ന് ഞങ്ങൾ പോയി കിടന്നതിന് ശേഷം ഞങ്ങൾക്ക് തരാതെ അവരാദ്യമായി അവസാനമായും എന്തോ കഴിച്ചു. എല്ലാം കരുതികൂട്ടി തന്നെയായിരുന്നു. നീ വിഷമിക്കാതടാ. ഇപ്പോഴവർ നിന്നെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിലും നീ അവിടെ നിന്ന് ഇവിടം വരെ എത്തിയില്ലേ? ആ ട്രീസ, മോളിറങ്ങിയോ? ആ, ഞങ്ങളും ജെയിംസ് സാറിൻ്റെ ഓഫീസിൽ പോയിരുന്നു. എനിക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ അവിടുത്തെ കാര്യങ്ങൾ നീ ഒന്ന് മാനേജ് ചെയ്യും. ഞാൻ പെട്ടെന്ന് തന്നെ എത്താം. എടി, എനിക്കൊരു കോള് വരുന്നുണ്ട്. ബഷീർക്കയാ, ഞാൻ പിന്നെ വിളിക്കാം. ആ, ബഷീർക്ക് പറയൂ. കിട്ടിയോ? ഫാർമസിയുടെ ഓഫീസിലാണോ? ബഷീർക്ക് വരണമെന്നില്ല, ഞാൻ തന്നെ പോയിക്കോളാം. എനിക്ക് ആ അഡ്രസ്സ് ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ ബഷീർക്ക്, ഗുഡ് നൈറ്റ്. ജിമ്മി അല്ലേ? അതെ. ഹലോ. ജെയിംസ് എപ്പോഴോ ജിമ്മിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഓക്കെ. ചേട്ടൻ മരിക്കുന്നതിൻ്റെ തലേദിവസം രാജുവുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായതായി ഞാൻ അറിഞ്ഞു. ശരിയാ, ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പുതിയ ഫാർമസിയുടെയും ഹെഡ് ഓഫീസിൻ്റെയും ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്ത് ജെയിംസിൻ്റെ കമ്പനിയായിരുന്നു. ആ വർക്കിൻ്റെ കോൺട്രാക്ട് റെഡിയാക്കി കൊടുത്തിട്ട് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ. പക്ഷേ അതൊക്കെ അന്ന് രാത്രി തന്നെ സോൾവ് ആയിരുന്നു. ജെയിംസ് തന്നെ ഇടപെട്ട് ആ വർക്കിൻ്റെ കമ്മീഷൻ തരികയും ചെയ്തു. ചേട്ടൻ മരിച്ചത് വളരെ മാരകമായൊരു മെഡിസിൻ ഇഞ്ചെക്ട് ചെയ്താണ്, സോഡിയം തിയോപെൻറ്റൻ. ഓ, ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഈ മെഡിസിൻ വളരെ റെയറായി കിട്ടുന്നതാണ്. പിന്നെ ഇത് മെഡിക്കൽ ഷോപ്പുകളിലൊന്നും കിട്ടുന്നതുമല്ല. പക്ഷേ രാജുവിനതൊക്കെ ഈസി ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ഈ മെഡിസിൻ ഡീൽ ചെയ്യുന്നത്. പിന്നെ ജെയിംസ് സ്ഥിരമായി ഇൻസുലിനും മറ്റും നമ്മുടെ ഫാർമസിയിൽ നിന്നാണ് എടുക്കുന്നത്. അതല്ലാതെ വേറൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ വീണ്ടും കാണേണ്ടി വരും. ഓക്കെ. ആ, ബഷീർക്ക് പറയൂ. ഞാൻ ജെയിംസ് ചേട്ടൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്ന വഴിയാ. ബഷീർക്ക് പറഞ്ഞ പോലെ ജെയിംസ് ചേട്ടൻ്റെ കുറേ കൂട്ടുകാരെ ഞാൻ കണ്ടിരുന്നു. പിന്നെ രാജുവിൻ്റെ ഓഫീസിലും പോയി. ഇല്ല ബഷീർക്ക്. ഞാനിന്ന് രാവിലെ ജെയിംസിന്റെ അസോസിയേഷനിലുള്ള ഒരാളെ കണ്ടു. അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ജെയിംസ് മരിക്കുന്നതിന് 1 മാസം മുമ്പ് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞു. അന്ന് ആ സംഭവത്തിൽ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയെ എനിക്കറിയാം. ഓക്കെ. അവരെ പോയി കാണുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയാൻ കഴിയും. ഓക്കെ ബഷീർക്ക്, ഞാൻ പോയി കാണാം. ബഷീർക്ക് സൂചിപ്പിച്ചിരുന്നു രമ്യയെ പറ്റി. അന്ന് ശരിക്കും എന്താ അവിടെ സംഭവിച്ചത്? മിനിസ്ട്രിയിൽ കയറ്റാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഏജൻസി ഞങ്ങൾ കുറച്ച് പേരുടെ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു റഷീദ് എന്ന് പറഞ്ഞ ആളാണ് ഈ ഏജൻസി നടത്തുന്നത്.
2 മാസത്തിനകം ജോലിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് 1.5 വർഷമായിട്ടും ജോലിയില്ല, കാശുമില്ല. അങ്ങനെ ആകെ മനസ്സ് തകർന്നിരിക്കുന്ന സമയത്താണ് ജെയിംസ് ഏട്ടൻ ഇടപെട്ടത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാശ് കിട്ടി. അന്ന് ആ ദിവസമാണ് ജെയിംസ് ഏട്ടനും ഞാനും കൂടി ഈ റഷീദ് എന്ന് പറഞ്ഞ ആളുടെ ഓഫീസിൽ പോയത്. ഞാൻ ജെയിംസ്. ഇവരെ അറിയാലോ? ഇരിക്കെ. പിന്നെ ഫോണിൽ സംസാരിച്ചത് ഞാനാണ്. ഫോണിൽ സംസാരിച്ചപ്പോഴേ പറഞ്ഞായിരുന്നല്ലോ നേരിട്ട് കണ്ടിട്ട് കാര്യമില്ലെന്ന്. മിസ്റ്റർ റഷീദ്, ഞാൻ ഈ കുവൈറ്റിൽ വന്നിട്ട് 10-30 വർഷമായി. അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. നല്ല ആളുകൾ, കള്ളന്മാർ, ചതിയന്മാർ, ഗുണ്ടകൾ, പിടിച്ചുപറിക്കാർ, അങ്ങനെ പലതും. അങ്ങനെയുള്ളപ്പോൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മിസ്റ്റർ റഷീദ് മാത്രം പറഞ്ഞാൽ പോരല്ലോ. പണം വാങ്ങിയ പ്രൊജക്റ്റ് ഒന്നും ഞാൻ നിർത്തിവെച്ചിട്ടില്ല. കാലതാമസം വന്നിട്ടുണ്ട്, അത് സമ്മതിച്ചു. പിന്നെ ഈ കാശ് കൊടുക്കുന്നവർക്കും അറിയാമല്ലോ ഇതൊക്കെ ഒരു വളഞ്ഞ വഴിയാണെന്ന്, അല്ലേ മിസ് രമ്യ? ഇതിപ്പോൾ പറഞ്ഞല്ലോ, പാവങ്ങളാണ്. പിന്നെ ഈ കുട്ടി ഞങ്ങളുടെ അസോസിയേഷനിലുള്ളതാണ്. നിങ്ങൾ 2 മാസം എന്ന് പറഞ്ഞ് വാങ്ങിയ പൈസയാണ്. ഇതിപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പൈസ തിരിച്ചു കൊടുക്കണം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും പൈസ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഇങ്ങനെ മുഖത്ത് നോക്കി പറയണമെങ്കിൽ ഞങ്ങളുടെ പിന്നിലുള്ളവരെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭീഷണിയൊന്നും വേണ്ട, 2 ആൾക്കും പോവാം. സർ പ്ലീസ്, ആ കാശ് എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു തരണം. നിങ്ങളോടല്ലേ പോകാൻ പറഞ്ഞത്? ചക്ക, നിനക്കൊരു 5 ദിവസം കൂടി ജെയിംസ് തരും. അത് കഴിഞ്ഞാൽ ഞാൻ വിളിക്കും. അന്ന് എനിക്ക് അനുകൂലമായൊരു മറുപടി കിട്ടണം. ഇപ്പോഴാണെങ്കിൽ ഇത് ഇവിടെ കൊണ്ട് തീരും. അധികം കളിച്ചാ നീയൊക്കെ എവിടെ നിന്നൊക്കെ വാങ്ങിയെന്ന് എനിക്കറിയാം. എന്നെ കൊണ്ട് അധികം ചെയ്യിക്കില്ലേ? മോളെ രമ്യ, പോകാം. ബാക്കി പിന്നെ നോക്കാം. ശരിക്കും ജെയിംസ് ഏട്ടൻ്റെ മരണവാർത്ത ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഷോക്കായിരുന്നു. சார், என் பேரு கதீர் சார். இங்க கிளீனிங் வேலை பண்றேன். நீங்க ஜேம்ஸ் சார் தம்பி தானே? അതെ, എന്ത് വേണം? உங்ககிட்ட ஒரு ஒரு முக்கியமான விஷயம் சொல்லணும் சார். உள்ள வரட்டுமா? വരൂ, പറയൂ. ஜேம்ஸ் சாரை எனக்கு ரொம்ப வருஷமாவே தெரியும் சார். ரொம்ப நல்ல மனுஷன். எனக்கு ஏதாவது ஒன்றுனா அடிக்கடி ஹெல்ப் பண்ணியிருக்காரு சார். നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? இல்லை சார், ஜேம்ஸ் சார் இறந்ததை பற்றி தான் சார் உங்ககிட்ட ஒன்று சொல்லணும். எனக்கு ஒருத்த மேலே டவுட்டாக இருக்குது சார். ഡൗട്ടോ? ആര്? சார், அவன் பேர் டோனி, கொச்சிக்காரன். அவன் எங்கள் பக்கத்து ஃப்ளாட்டில் தான் சார் தங்கியிருக்கான். ஜேம்ஸ் சாரையும் நம்ம ஃப்ளாட்டையும் ரொம்ப நாளாகவே பூனை மாதிரி சுற்றி சுற்றி வந்துட்டு இருந்தான் சார். அவன் இன்னைக்கு ஜேம்ஸ் சார் இறந்த அன்னைக்கு கூட அவர் ஃப்ளாட்டுக்கு வெளியில் நான் பார்த்தேன் சார். നീ എന്താ ഇവിടെ? வேஸ்ட் எடுக்க வந்தேன் சார். എന്താ? வேஸ்ட் പോകോ. നീ
നീ ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതല്ല മറിച്ചാണെങ്കിൽ നിനക്കറിയാലോ എന്നെ. இதுதான் சார் அவன் எனக்கு கொடுத்த காசு. இது எனக்கு வேணாம் சார். இதை நீங்களே வச்சுக்கோங்க சார். எனக்கு குழந்தை குட்டியெல்லாம் இருக்குது சார். அதனால தான் சார் நான் இதை பற்றி யார்கிட்டையும் சொல்லலை. நீங்கள் ஜேம்ஸ் சார் தம்பிங்கிறனால தான் சார் உங்ககிட்ட இதெல்லாம் சொல்கிறேன். അവന് ചേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? அதெல்லாம் எனக்கு தெரியாது சார். நீ இதை பற்றி என்கிட்ட எதுவும் கேட்காதீங்க சார். பயமாக இருக்குது சார். നീ വിഷമിക്കണ്ട, വെക്കോ. ബഷീർക്ക, എനിക്ക് ആ റഷീദിൻ്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു. പറ്റിയ നാളെ തന്നെ അവനെ ഒന്ന് കാണും. അയച്ചു തന്നാൽ മതി. റഷീദ് അല്ലേ? അതെ. ആരാ? മനസ്സിലായില്ല. എന്നെ അറിയണമെന്നില്ല, പക്ഷെ എൻ്റെ ചേട്ടനെ മറക്കാൻ വഴിയില്ല. ഞാൻ ജിമ്മി, ജെയിംസിൻ്റെ ബ്രദറാണ്. ജെയിംസ്? ആ, ഓക്കെ. ഞാനിവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? ആവശ്യക്കാരൻ ഞാനല്ലേ, അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഓ, കൂൾ. വിശേഷം എന്തേലും? നിങ്ങളെ തേടി ഞാൻ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാവുമല്ലോ. ജെയിംസ് ചേട്ടൻ മരിക്കുന്നതിന് കുറച്ചാൾ മുമ്പ് നിങ്ങളുമായി എന്തോ ഒരു പ്രശ്നമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞു. ചേട്ടനെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തി. പറഞ്ഞ പോലെ ചെയ്തു അല്ലേ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ജെയിംസുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അയാൾ കാരണം ഞങ്ങൾക്ക് കുറെ നഷ്ടങ്ങളും വന്നിട്ടുണ്ട്. എന്ന് കരുതി ജെയിംസിനെ ഇല്ലാതാക്കാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെന്നാണോ? അതെ, സത്യം അതാണ്. ഞങ്ങൾ വെറും മീഡിയേറ്റേഴ്സ് മാത്രമാണ്. നിങ്ങൾ പറഞ്ഞ ആ സംഭവത്തിന് ശേഷം ഐ തിങ്ക് ഒരു പോലീസ് മേജർ ഇടപെട്ട് ഞങ്ങൾ ആ പണം തിരികെ കൊടുത്തതാണ്. അതിന്റെ വൈരാഗ്യത്തിനാവും നിങ്ങൾ ചേട്ടനെ വിളിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തിയതല്ലേ? വിളിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. ആ സംഭവത്തിന് ശേഷം കൂടുതൽ പേർ ഓഫീസിൽ വന്ന് പണം വാങ്ങാൻ തുടങ്ങി. അതിനൊക്കെ കാരണം ജെയിംസ് ആണല്ലോ. ആ ദേഷ്യത്തിന് വിളിച്ചതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ടോണി അറിയോ? ഒരു കൊച്ചിക്കാരൻ ടോണി. ടോണിയോ? ഏത് ടോണി? ഇല്ല, എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല. അറിയില്ലെങ്കിൽ നല്ലത്. ഇനി ടോണിക്ക് നിങ്ങളെ അറിയാമെങ്കിൽ ഒന്നുകൂടെ കാണേണ്ടി വരും. ആ ജിമ്മി, നീ ഇറങ്ങിയ? അതെ ബഷീർക്ക, ഇത് ഫ്ലാറ്റിൻ്റെ കീ ഓഫീസിലൊന്ന് ഏൽപ്പിച്ചേക്കണേ. അപ്പോൾ ഞാൻ വരേണ്ടത് തന്നെയാണോ? വേണ്ട ബഷീർക്ക, ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന വഴിക്ക് എനിക്കൊരാളെ കൂടെ കാണാനുണ്ട്. ഞാനൊരു ടാക്സി വിളിച്ചങ്ങ് പൊക്കോളാം. അപ്പോൾ ശരി, റീസേ മോളും തിരക്കായി പറയണം. ശരി ബഷീർക്ക, ബൈ. ബൈ. ശരി.
ഞാൻ ടാക്സി കയറി. ഞാനങ്ങ് എത്തിക്കോളാം. ജിമ്മി, വന്ന കാര്യങ്ങളൊക്കെ എന്തായി? നീ അടക്കമുള്ളവരൊക്കെ കരുതിയ പോലെ ഇവിടുന്ന് കിട്ടാനുള്ള നക്കാപ്പിച്ചയ്ക്കല്ല ഞാനെത്തിയത്. നാട്ടിലുള്ള ജെയിംസ് ചേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലായപ്പോൾ തന്നെ കടക്കാരെ കൊണ്ടുള്ളതും മറ്റെല്ലാ പ്രശ്നങ്ങളും തീർന്നതാണ്. ഇനി ഇപ്പം എന്തെന്നാവും? എടാ, ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കാൻ തന്നെ വന്നത്. തന്ന കൂലിക്ക് നീ പണിയെടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ. ടോണി, നീ വളരെ നൈസായിട്ട് കാര്യം സാധിച്ചു. പക്ഷേ നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ പണിയേൽപ്പിക്കുമ്പോൾ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഇതിലൊരു പിഴവും സംഭവിക്കരുത്. അവിടെ നീ എന്നെ നിരാശപ്പെടുത്തി. ജിമ്മി എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, നിനക്കറിയോ, ഞാനിവിടെ എത്തിയതിന് ശേഷമുള്ള, കൃത്യമായി പറഞ്ഞാൽ ഞാനിവിടെ എത്തിയതിന് ശേഷമുള്ള 3-ാം നാൾ ഞാൻ നിന്റെ പേരിലേക്ക് എത്തി. ഇന്നലെ വന്ന് എനിക്കിത് സാധിക്കുമെങ്കിൽ ഇനി ഒരു അന്വേഷണം വന്നാൽ എത്ര പെട്ടെന്ന് നിന്റെ അടുത്തെത്തും. നിന്റെ അടുത്തെത്തിയ പിന്നെ പറയണ്ടല്ലോ എങ്ങോട്ടാണ്. അത് ജിമ്മി, നീ ഒന്ന് പറയണ്ട. ആ തമിഴൻ, അവൻ. നീ തന്നെ ഇതിനൊരു പരിഹാരം കാണണം, എത്രയും പെട്ടെന്ന് തന്നെ. ആ തമ്മിൻ്റെ കാര്യമല്ലേ? അത് ഞാൻ ഏറ്റു ജിമ്മി. എങ്കിൽ നിനക്കൊള്ളാം. എടാ, ഞാൻ വളരെ ആലോചിച്ചെടുത്തൊരു തീരുമാനം വരുന്നത്, അതും ഗതി കെട്ടിട്ട്. ഞാനിത് നടത്തിയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ കുടുംബത്തോടെ അങ്ങ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. അത്രയ്ക്കുണ്ടായിരുന്നു പ്രശ്നങ്ങൾ. ജെയിംസ് ചേട്ടൻ എൻ്റെ സ്വഭാവം അറിയുന്നുണ്ട് ഒരു തുണ്ട് ഭൂമി പോലും വിൽക്കാൻ സമ്മതിച്ചില്ല. ജിമ്മി, ഞാൻ പറഞ്ഞല്ലേ ആ തമ്മിൻ്റെ കാര്യം, അത് ഞാൻ ഏറ്റു. നീ ധൈര്യമായിട്ട് നോക്കും. ഓക്കെ, ഇനി നിനക്ക് വേണ്ടി മറ്റൊരു ടോണി എന്നെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നു.